ഇളയ ദളപതിയെ തേടി മലപ്പുറം താനൂരിൽ നിന്നൊരു സ്നേഹയാത്ര. കാൽനടയായി ചെന്നൈയിലേക്ക് റാഫിയും ഷഹനയും. ആരാധന മൂത്താൽ അതിരുകളില്ലെന്ന് പറയാറുണ്ട്. എന്നാൽ റാഫിയും ഷഹനയും ആ സ്നേഹത്തിന് പുതിയൊരു നിർവചനം നൽകുകയാണ്. തങ്ങളുടെ പ്രിയതാരം ഇളയ ദളപതി വിജയിയെ നേരിൽ കാണുക എന്ന ഒരൊറ്റ ലക്ഷ്യവുമായി മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്നും ചെന്നൈയിലെ പനയൂരിലുള്ള വിജയിയുടെ വസതിയിലേക്ക് കാൽനടയായി യാത്ര തിരിക്കുകയാണ് ഈ ദമ്പതികൾ. കോട്ടയത്താണ് റാഫിയുടെ വീട്. ഡ്രൈവർ ജോലിയാണ് ചെയ്യുന്നത്. ഷഹനയുടെ വീട് മലപ്പുറത്തും. താനൂരിൽ നിന്നാണ് ഇവർ യാത്ര പുറപ്പെട്ടത്. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിയുക്ത മുഖ്യമന്ത്രിയായി ആരാധകർ നെഞ്ചിലേറ്റുന്ന വിജയിയെ നേരിൽ കണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. വെറുമൊരു യാത്ര എന്നതിലുപരി തങ്ങളുടെ പ്രിയ താരത്തോടുള്ള അചഞ്ചലമായ അനുരാഗവും ആവേശവുമാണ് ഈ കിലോമീറ്ററുകൾ നീളുന്ന യാത്രയുടെ ഇന്ധനം. റാഫിയും ഭാര്യ ഷഹനയും വിജയിയുടെ കടുത്ത ആരാധകരാണ്. വിവാഹത്തിന് മുൻപും ശേഷവും വിജയ് സിനിമകളും അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകളും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഇവർ പറയുന്നു. വെയിലും മഴയും അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടി തമിഴ്നാടിൻ്റെ തലസ്ഥാനത്തെത്തുമ്പോൾ പ്രിയതാരം തങ്ങളെ സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ ദമ്പതികൾ. സിനിമയും രാഷ്ട്രീയവും കടന്ന് ഒരു കലാകാരനോട് ആരാധകർക്ക് തോന്നുന്ന ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ പ്രകടനം. യാത്രയിലുടനീളം വിവിധയിടങ്ങളിൽ നാട്ടുകാരും ഇവർക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും ദളപതിയുടെ ചിത്രം പതിപ്പിച്ച പ്ലക്കാർഡുകളും പതാകകളുമായി നീങ്ങുന്ന ഇവരെ കാണാൻ നിരവധി പേർ ഒത്തുചേരുന്നുണ്ട്. കേരളത്തിൻ്റെ അതിർത്തി കടന്ന് തമിഴ്നാടിൻ്റെ മണ്ണിലൂടെ ചെന്നൈ നഗരത്തിലെത്തുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട അണ്ണനെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ ദമ്പതികൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. താനൂരിലെ ഈ സ്നേഹയാത്ര ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ദളപതി ആരാധകർക്കിടയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ദളപതിയെ നേരിട്ട് കാണണമെന്ന് അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പുറപ്പെട്ടു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ താനൂരിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെന്നൈ വരെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഇവിടുന്ന് 644 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കാൽനടയായിട്ടാണ് ഈ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നത്. സ്റ്റേയും കാര്യങ്ങളും നമ്മൾ ടെൻ്റാണ്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഈ ഒരു വീഡിയോ നമ്മുടെ വിജയിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് കാണാൻ പറ്റിയ അതായിരിക്കും ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെൻറ്റും.